അബൂ ഉമാമ എന്ന പേരിൽ ഒരു സഹാബിയുണ്ട്, മഹാനായ പ്രസിദ്ധനായ സഹാബി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അരികിൽ ഒരാൾ വന്നിട്ട് വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ താങ്കളെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ താങ്കളെ സ്വപ്നത്തിൽ കണ്ടു. എന്താ സ്വപ്നത്തിൽ കണ്ടത്? ഞാൻ താങ്കളെ സ്വപ്നത്തിൽ കണ്ടത് നിങ്ങൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഒക്കെ 4 ചുറ്റും മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റഹ്മത്ത് പൊഴിക്കുന്നു. മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദ്വാ അരക്കുന്നു. മലക്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹാശ്വസുക്കൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? അബൂ ഉമാമ എന്ന പ്രസിദ്ധനായ സഹാബിയുടെ ഒരു നല്ല സുഹൃത്ത് വന്നിട്ട് പറയും, എനിക്ക് സ്വപ്നത്തിൽ കണ്ടതാണ്, താങ്കൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ മലക്കുകൾ 4 ഭാഗത്തു നിന്ന് വന്ന് നിങ്ങൾക്ക് സലാത്ത് പറയുന്നു, നിങ്ങൾക്ക് സലാം പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നെപ്പോലത്തെ മുയിലാറാന്ന് എന്താ മറുപടി പറയണം? അങ്ങനെയൊക്കെ ആവണമെങ്കിൽ കുറച്ച് മെനക്കെടണം. നീളക്കുപ്പായും വലിയ തലപ്പാവും 2 കെട്ടും കുറച്ചിങ്ങനത്തെ വാതും നസീഹത്തും. ഞാൻ 16 വർഷം ഇൽമു പഠിച്ചിട്ടുണ്ട്, 16 വർഷമെങ്കിലും പഠിക്കണം. അങ്ങനെയൊക്കെ ആയാലാണ് ആ മർത്തബയിൽ എത്തുക. അങ്ങനെ എത്താൻ എല്ലാവരെ കൊണ്ടും സാധിക്കുമൊന്നുമില്ല. എന്നെപ്പോലെ നീ പീടികയിൽ പോയിരുന്നാൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിരുന്നാൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നാലൊന്നും അവിടെ നിന്ന് എത്താനൊന്നും കഴിയില്ല എന്നല്ലേ നമ്മൾ പറയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒന്ന്, ഞാൻ അങ്ങനെ വലിയ ആളായി എന്ന ധാരണയോടുകൂടി അഹങ്കാരം പറയുകയല്ല. രണ്ടാമത്തത്, നിങ്ങൾ അത്ര മോശക്കാരനൊന്നും ആണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ മറുപടികളൊക്കെയായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അവர்கள் ആ സ്നേഹിതനോട് എന്താ പറഞ്ഞെന്നറിയോ? അതിനിപ്പോൾ എന്താ അത്ഭുതപ്പെടാനുള്ളത്? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ആകാലോ എന്ന് പറഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ ആകാമല്ലോ. പറ്റുമോ? ആകാലോ? പറ്റുമോ? പറ്റൂന്നാ പറയുന്നത്. പറ്റും. പറ്റൂന്ന് ഞാൻ പറയുന്നതല്ല, നമ്മുടെ റബ്ബ് പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. എത്ര സുന്ദരമായ വചനമാണ് ഖുർആൻ. അങ്ങനെ വെറുതെ ഓതി പഠിക്കാനല്ല, ഇങ്ങനത്തെ സന്ദർഭത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ആശയത്തെയും അർത്ഥത്തെയും ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ആ സഹാബി പറഞ്ഞു കൊടുക്കുക, നീ വിചാരിച്ചാൽ നിനക്കും വളരെ ഈസിയായിട്ട് അങ്ങനെ ആകാം. അതെങ്ങനെയാ? അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അള്ളാഹുവിനെ അധികമായി ദിക്ർ ചെയ്യണമേ. ഇന്നത്തെ സൂറത്ത് ദഹറിലൊക്കെ നമ്മൾ കേട്ടില്ലേ? അതൊക്കെ കേട്ടില്ലേ അല്ലേ? ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, നിങ്ങൾ അധികമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി അവനെ നിങ്ങൾ തസ്ബീഹ് ചെയ്യണം. അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിക്കണം. കുറച്ച് സമയം അതിനുവേണ്ടി മെനക്കെടണം. കുറച്ച് സമയം ദിക്ർ ചെയ്യണം. അള്ളാഹുവിനെ ഓർക്കണം, അള്ളാഹുവിനെ സ്മരിക്കണം. അങ്ങനെയാണെങ്കിൽ ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു, അവൻ അള്ളാഹു നിങ്ങളുടെ മേൽ അനുഗ്രഹം പൊഴിക്കും, മലക്കുകളും നിങ്ങളുടെ മേൽ അനുഗ്രഹം. ഇത് അള്ളാഹ് പറഞ്ഞല്ലേ? അള്ളാഹു പറഞ്ഞതിനനുസരിച്ചിട്ട് ഞാൻ അമൽ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ നല്ലൊരവസ്ഥയുണ്ടായി. അത് നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടു. അത്ഭുതപ്പെടാനൊന്നുമില്ല, നിങ്ങൾക്കും പറ്റും. ശ്രമിച്ചാൽ നിങ്ങളും അങ്ങോട്ടെത്തും.